സത്യം പറഞ്ഞാലേ നമ്മുടെ ഈ പിണറായി സഖാവ് ഇത്ര ശക്തിമാനാണെന്ന് കരുതിയില്ല. പാർട്ടിയിൽ അദ്ദേഹം അവസാന വാക്കാം. സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, അതൊക്കെ അദ്ദേഹത്തിന്റെ ഈ വലത്ത് മുഷ്ടിക്കുള്ളിൽ നിൽക്കും. ദേശീയ തലത്തിലേക്ക് പോയാൽ കേന്ദ്ര കമ്മിറ്റി, പോളിറ്റ് ബ്യൂറോ, അതൊക്കെ ഈ ഇടത്തെ കൈക്കുള്ളിൽ അങ്ങനെ നിൽക്കും. അദ്ദേഹം പറയുന്നതിന് അപ്പീലില്ല. പാർട്ടിക്കുള്ളിൽ കൽപ്പനകള് കല്ലേ പിളർക്കും. അദ്ദേഹം അങ്ങനൊന്നും ഭാവിക്കില്ല കേട്ടോ. പാർട്ടി ഞാനാണ് എന്നൊന്നും സഖാവ് ഭാവിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് ഞാനാണ് ജനറൽ സെക്രട്ടറി എന്ന് ഭാവിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. പക്ഷെ ഇന്ത്യ മുന്നണിയിലും കാര്യങ്ങൾ അവസാനമായിട്ട് തീരുമാനിക്കുന്നത് പിണറായി സഖാവാണെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനാണ് ഇതുവരെ ബോധ്യപ്പെട്ടിരുന്നില്ല. ഇന്നലെ കാഞ്ഞങ്ങാട് അദ്ദേഹം നടത്തിയൊരു ഉഗ്ര ശാസനം കേട്ടപ്പോഴാണ് സംഗതികൾ അവിടെ വരെ എത്തി. ഇന്ത്യ മുന്നണിയിലും എന്തെങ്കിലും നടക്കണമെങ്കിൽ പിണറായി വിജയൻ തീരുമാനിക്കണമെന്ന് മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധിയെ ഇന്ത്യ മുന്നണിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിച്ചിട്ട് പോലുമില്ല. തീരുമാനിച്ചിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷെ പരിഗണിച്ചിട്ട് പോലുമില്ല, പരിഗണിക്കാനോട്ട് പോകുന്നുമില്ല. ഇനി ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരികയോ മറ്റോ ചെയ്താൽ യാതൊരു സംശയം വേണ്ട, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നില്ല. അതാണ് പിണറായി വിജയന്റെ തീരുമാനം. അത് കേരളത്തിലെ ജനങ്ങളോട് അദ്ദേഹം വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ഇന്ത്യ മുന്നണി ഭൂരിപക്ഷം കിട്ടി അധികാരത്തിൽ വരുമെന്നും കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്നൊക്കെ വിശ്വസിച്ച് വശായിരുന്ന കോൺഗ്രസ്സുകാരന്മാർ ഹതാശരായിരിക്കുകയാണ്. നിരാശയുടെ പടുകുഴിയിലാണ് അവര് വീണിരിക്കുന്നത്. പിണറായി വിജയൻ എതിര് നിൽക്കുകയാണെങ്കിൽ എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇനി ഇന്ത്യ മുന്നണി ജയിച്ചാലും പ്രധാനമന്ത്രിയാവുക? കോൺഗ്രസിലും ഒരു പറ്റം ബദൽരേഖക്കാരുണ്ട് കേട്ടോ. അവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചേട്ടാ, ഇനി ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക, അതിലേറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കോൺഗ്രസ് ആകുന്നു എന്ന് കരുതുക. കോൺഗ്രസിന്റെ എം പിമാര് ഒന്നിച്ചിരുന്ന് അവരുടെ നേതാവായിട്ട് രാഹുൽ ഗാന്ധിയെ തിരഞ്ഞെടുത്താൽ പിന്നെ ആരാണ് പ്രധാനമന്ത്രിയാവുക? അതിന് പിണറായി വിജയൻ എന്താണ് ചെയ്യാൻ സാധിക്കുക? കേരളത്തിലും പശ്ചിമ ബംഗാളുമായിട്ട് 4 or 5 സീറ്റ് മാത്രമാണ് CPM കിട്ടാൻ പോകുന്നതാണ് ഇവന്മാരൊക്കെ കരുതി വെച്ചിരിക്കുന്നത്. അത്തരത്തിലൊരു പാർട്ടിയുടെ നേതാവ് എങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുക? അതാണ് ഈ ബദൽ രേഖക്കാരന്മാരുടെ ചോദ്യം. ഈ പ്രധാനമന്ത്രിയാവാൻ രാഹുൽ ഗാന്ധിയെ പരിഗണിക്കില്ല എന്ന് പിണറായി വിജയൻ പറയുന്നതിന് ഒരു ന്യായമുണ്ട് കേട്ടോ. ഇന്ത്യ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തനായ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ബലമുള്ള നിലപാടുകളൊന്നും ഇല്ല എന്നാണ് പിണറായി വിജയൻ കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം ഈ ജനാധിപത്യത്തെ പറ്റി പറയുന്നത്, അത് സംരക്ഷിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്നത്, ഭാരതം ഒന്നിച്ചു നിൽക്കണം, ഇന്ത്യ ഒന്നിച്ചു നിൽക്കണം എന്ന് ഭാരത് ജോഡോ യാത്രയിലൂടെ ഒരു സന്ദേശം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്, അതുപോലെ മതനിരപേക്ഷതയാണ് ഇന്ത്യ രാജ്യത്തിന്റെ ബലവത്തായ അടിത്തറ എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത്, അതൊന്നും ഒരു കാര്യമായ ഒരു പ്രധാനമന്ത്രിയാകാൻ തക്ക വിധത്തിലുള്ള ബലമുള്ള നിലപാടുകളായിട്ട് നമ്മുടെ പിണറായി വിജയനെ തോന്നിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ ബലമുള്ളതാകണമെന്ന് ഞങ്ങൾ പറയണമെങ്കിൽ ഞങ്ങളുടെ നിലപാടുകൾ രാഹുൽ ഗാന്ധി ഏറ്റു പറയണം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ ബലമുള്ള നിലപാടുകൾ ആവുക. സ്വന്തം പാർട്ടി ഒരു പ്രതിസന്ധിയിൽപ്പെട്ടപ്പോൾ അതിനെ ഇട്ടേച്ചു പോയ ഒരു നേതാവായിട്ടാണ് രാഹുൽ ഗാന്ധിയെ നമ്മുടെ പിണറായി സഖാവ് വിലയിരുത്തുന്നത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പ്, അതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടു. 2ാം തവണ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. ആ സമയത്ത് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. ഈ തോൽവിക്കുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം തനിക്കാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. അതിനെയാണ് പിണറായി സഖാവ് പാർട്ടിയെ വഴിയിൽ ഇട്ടേച്ചു പോയി എന്ന് പറയുന്നത്. അതങ്ങ് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് ഈ കോൺഗ്രസ്സുകാരുടെ ഒരു പാരമ്പര്യമുണ്ട്. ഈ പദവികളോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളോ ഒന്നും നോക്കാതെ ചിലപ്പോൾ അവന്മാർ കയറി ഈ ധാർമ്മികതയ്ക്ക് ഭയങ്കര പ്രാധാന്യം നൽകിക്കളയും. അത് പണ്ടേ ഉള്ളതാ. 1956 ആദ്യം ആന്ധ്രാപ്രദേശിലും പിന്നീട് തമിഴ്നാട്ടിലും 2 തീവണ്ടി അപകടങ്ങളുണ്ടായി. അന്ന് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിജിയായിരുന്നു റെയിൽവേയുടെ മന്ത്രി.
100-100 ആളുകൾ വീതം ഈ 2 അപകടങ്ങളിലും കൊല്ലപ്പെട്ടു. ഇതിന്റെയൊക്കെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആദ്യം ആന്ധ്രാപ്രദേശിൽ അപകടം ഉണ്ടായപ്പോൾ തന്നെ അദ്ദേഹം രാജിവെച്ചു. പക്ഷെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു അത് സ്വീകരിച്ചില്ല. പക്ഷെ വീണ്ടും തമിഴ്നാട്ടിൽ ഇതുപോലൊരു അപകടം ആവർത്തിച്ചപ്പോൾ അദ്ദേഹം വീണ്ടും രാജിവെക്കുകയും അപ്പോൾ നെഹ്റു അത് സ്വീകരിക്കുകയും ചെയ്തു. റെയിൽ ഭവനിൽ ഇരുന്നു കൊണ്ട് റെയിൽവേ ഭരിക്കുന്ന മന്ത്രിയാണ് ഈ അപകടത്തിന് കാരണക്കാരെന്ന് ആരും കരുതിയിട്ടല്ല. പക്ഷെ ഇതൊക്കെ ഒരു സാമാന്യ മര്യാദ, ഒരു തരത്തിലുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ആ ഉത്തരവാദിത്വം പേറുന്ന ആള് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഭവവികാസങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കുക, ഒഴിഞ്ഞു മാറുക, അതൊരു മര്യാദ. അത് വെച്ച് രാഹുൽ ഗാന്ധി പാവം പയ്യൻ, വലിയ പരിചയമൊന്നുമില്ലല്ലോ, അദ്ദേഹം വന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുക ചെയ്തത്. ഇതുപോലുള്ള സമാന സംഭവങ്ങൾ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട്. 1967 അന്ന് EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി ഉണ്ടായിരുന്നു. അവര് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും മത്സരിച്ചു. ഒരേ സമയമാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതില് നിയമസഭയിൽ അന്ന് 133 സീറ്റാ, അതിൽ 111 സീറ്റും നേടിക്കൊണ്ട് അന്നത്തെ ഈ ഇടതുമുന്നണി അല്ലെങ്കിൽ സപ്തകക്ഷി മുന്നണി വലിയ നേട്ടമുണ്ടാക്കി. അന്ന് കോൺഗ്രസിന് കിട്ടിയത് വെറും 9 സീറ്റാ, കേരള കോൺഗ്രസിന് 5 സീറ്റ്. വളരെ ദുർബലമായ ഒരു പ്രതിപക്ഷമായിട്ട് അന്നത്തെ പ്രതിപക്ഷ കക്ഷികൾ മാറി. ലോക്സഭയിലൊക്കെ ആവട്ടെ ഒരൊറ്റ സീറ്റിലെ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുള്ളൂ. മുകുന്ദപുരത്ത് നിന്ന്, അല്ലെങ്കിൽ ഇന്നത്തെ ചാലക്കുടി, അന്ന് മുകുന്ദപുരം, അവിടെ നിന്ന് പനംപിള്ളി ഗോവിന്ദമേനോൻ മാത്രം മത്സരിച്ച് ജയിച്ചു. അപ്പൊ എന്താ പാർട്ടിയിൽ സംഭവിച്ചത്? കോൺഗ്രസ് പാർട്ടിയുടെ അന്നത്തെ KPCC സംവിധാനം മുഴുവൻ ഉടച്ചു വാർത്തു. പുതിയ KPCC ഭരണ സംവിധാനം നിലവിൽ വന്നു. 2004 നടന്ന ആ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഒറ്റ സീറ്റാണ് കിട്ടിയത്. പൊന്നാനിയിൽ നിന്ന് E. അഹമ്മദ്, മലപ്പുറം പോലും തോറ്റുപോയി. അപ്പൊ എന്ത് ചെയ്തു ആന്റണി? ഈ തോൽവിയുടെ ഉത്തരവാദിത്വം, ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നു. കുറെ വർഷങ്ങൾ പിന്നിട്ടപ്പോ 2019 ഏതാണ്ട് ഇത് തന്നെ കേരളത്തിൽ സംഭവിക്കുന്നു. ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി അടിപടലെ തോറ്റുപോയി. UDF 19 സീറ്റുകൾ തൂത്തുവാരി. LDF-ന് ഒറ്റ സീറ്റാണ് കിട്ടിയത്, ആലപ്പുഴ. പക്ഷെ അന്ന് LDF-ന്റെ മുഖ്യമന്ത്രി, അല്ലെ LDF-ന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ നേതാവ് രാജിവെച്ചോ? ആ പാർട്ടി ആരെങ്കിലും ആവശ്യപ്പെട്ടോ? സഖാവേ, ഭയങ്കര പരാജയമാണ് സംഭവിച്ചിരിക്കുന്നത്, താങ്കളൊന്ന് മാറിത്തരൂ, ഒരു പുതിയ നേതൃത്വത്തെ നമുക്ക് പരീക്ഷിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ ചെയ്തോ? ഇതൊക്കെ അത്രയേ ഉള്ളൂ. അങ്ങനെ രാജിവെക്കണമെന്ന് ചട്ടമോ നിയമമോ അല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമത്തിൽ അത്തരത്തിലൊരു വകുപ്പോ ഒന്നും ഇല്ല. രാജിവെക്കാൻ മനസ്സുണ്ടെങ്കിൽ, അതായത് ധാർമ്മികമായ ചില ഉത്തരവാദിത്തങ്ങൾ അത് ഏറ്റെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ രാജിവെക്കാം, അതിനപ്പുറത്ത് ഒന്നുമില്ല. പക്ഷേ നമ്മുടെ പാവൻ രാഹുൽ ഗാന്ധി ഈ 2019 തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോ ഒരു മാനസിക വിഷമൊക്കെ ഉണ്ടായി. അതിനെനിക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ എന്നൊക്കെ തോന്നി രാജിവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ക്ഷമിക്കാവുന്ന ഒരു കുറ്റമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. പ്രധാനമന്ത്രിയാവാൻ രാഹുൽ ഗാന്ധിക്ക് എന്താ യോഗ്യത എന്നാണ് പിണറായി വിജയൻ ചോദിക്കുന്നത്. ഒരു യാത്ര നടത്തിയത്രയാ, ഭാരത് ജോഡോ യാത്ര, കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടക്കുക. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ നടന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? വിമാനമുണ്ട്, തീവണ്ടിയുണ്ട്, അങ്ങനെ ഈ മാർഗങ്ങൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി റോഡ് വഴി പോകണേ തന്നെ ഒരു നല്ല വാഹനം ഉണ്ടാക്കി അതിൽ യാത്ര ചെയ്തുകൂടെ? ഈ കണ്ടെയ്നർ ഉണ്ടല്ലോ, കപ്പലില് സാധനങ്ങള് കയറ്റുമതി ചെയ്യുകയും ഇറക്കുമതിയും ചെയ്യുന്ന ഒരു വലിയ ഒരു ഈ ലോഹക്കൂട്, ആ ലോഹക്കൂട് ഒരു താമസ സൗകര്യമുള്ള ഒരു മുറിയാക്കി മാറ്റി അതിലാണ് യാത്ര ചെയ്യുന്നത്. അത് എവിടെയാ കൊണ്ടിടുന്നത്? വല്ല സ്കൂൾ ഗ്രൗണ്ടില്, കോളേജ് മൈതാനത്ത്, തുറസായ സ്ഥലത്ത്. എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് സഹയാത്രികർക്കൊപ്പം വല്ല ഭൂരിയോ ഉപ്പാവോ കഴിച്ചിട്ട് നട കന്യാകുമാരി ടു കാശ്മീർ യാത്ര നടത്തുകയാണെങ്കിൽ ഞങ്ങളെ നടത്തിപ്പ് നടത്തണം. 2 കോടി രൂപയുടെ ആഡംബര ബസ്സിൽ നിന്ന് ഇറങ്ങാനും കയറാനും ലിഫ്റ്റ്. ഞങ്ങളുടെ പ്രഭാത ഭക്ഷണം ആരുടെ കൂടെ? സ്ഥലത്തെ പ്രധാന ദിവ്യന്മാര്, പൗരപ്രമുഖർ, അവരുടെ കൂടെ ഞങ്ങൾ പ്രഭാത ഭക്ഷണം നടക്കുന്നു. അല്ലാതെ കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്ന് എന്തോ നേടി. അതിനുശേഷം അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് മഹാരാഷ്ട്ര വരെ ഒരു ഭാരത് ജോഡോ ന്യായ യാത്ര നടത്തി. ഇതൊക്കെയാണ് വലിയ നേട്ടങ്ങളായിട്ട് കോൺഗ്രസ്സുകാർ അവതരിപ്പിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറയുമ്പോഴേ, അദ്ദേഹത്തിന് വേണമെങ്കിൽ നേരത്തെ പ്രധാനമന്ത്രിയാകാമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒരു ദയാദാക്ഷിണ്യങ്ങൾ ഇല്ലാതൊക്കെ ആകാമായിരുന്നു. 2ാം UPA സർക്കാരിന്റെ കഥ ഓർമ്മിക്കുന്നില്ലേ? അതിന്റെ അവസാന ലാപ്പാവുമ്പോഴേക്ക് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയും കോൺഗ്രസും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് തന്നെ അദ്ദേഹത്തോട് പ്രധാനമന്ത്രിയാവാൻ ആവശ്യപ്പെട്ടത്. അദ്ദേഹം അത് സ്വീകരിച്ചില്ല, അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല.
അതും ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. 2014 സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാമായിരുന്നു. ഒരു താലത്തിലെന്നോണം ആ അവസരം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ചതാ. പക്ഷെ അവരുടെ വിദേശ പൗരത്വം അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ച ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു എന്നൊരു വിഷയം BJP ഉന്നയിച്ചു. ചില കോൺഗ്രസ്സുകാരും രഹസ്യമായിട്ട് അത് ഏറ്റുപിടിച്ചു. അപ്പോൾ അവർ തീരുമാനിച്ചു, വേണ്ട, ഞാനാകുന്നില്ല. ഇന്ത്യയാണ് അവരെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഇന്ത്യയിലെ സമാധാനം പുലരുന്നതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ അവർ അത് ഒഴിവാക്കി. അങ്ങനെയാണ് മൻമോഹൻ സിംഗ് അധികാരത്തിൽ വരുന്നത്. പ്രധാനമന്ത്രി ആയില്ല എന്ന് പറഞ്ഞ് ഇവരാരും കരഞ്ഞും കുവിയും നടന്നില്ല. 1996 ഒരു സംഭവം ഓർക്കുന്നുണ്ടോ പിണറായി സഖാവേ? അന്ന് UF മുന്നണി അവര് CPM-ന്റെ നേതാവായ ജ്യോതി ബസുവിനെ പ്രധാനമന്ത്രിയാക്കാൻ ക്ഷണിച്ചതാ. പക്ഷേ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി കൂടിയിട്ട് അത് അട്ടിമറിച്ചു കളഞ്ഞു. ചേട്ടാ, EMS-ഉം AKG-യും ഒക്കെ അവർക്കൊന്നും ഇരിക്കാൻ പറ്റാത്ത സ്ഥാനത്ത് ഈ ബംഗാളിയായ ബസു കയറിയിരിക്കുന്നു. കേരളത്തിൽ നിന്നുള്ള നേതാക്കളും ഒപ്പം പ്രകാശ് കാരാട്ടും കൂടെ ചേർന്നാണ് അന്ന് അദ്ദേഹത്തിന്റെ അവസരം അട്ടിമറിച്ചത്. അതിനുശേഷം അദ്ദേഹം ഹിമാലയൻ മണ്ടത്തരമായി പോയി, ചരിത്രപരമായ വിഡിത്തമായി പോയെന്ന് വിളിച്ചു കരഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ മുഴുവൻ നടന്നത് അങ്ങ് മറക്കരുത്. എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായേ പറ്റൂ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയാകാൻ മുട്ടി നിൽക്കുന്ന ഒരാളല്ലെന്ന് അദ്ദേഹത്തെ സവിനയം ഓർമ്മിപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധി അറസ്റ്റ് എന്നൊരു വാക്ക് പറഞ്ഞു പോയതാണ് ഇപ്പോ പിണറായി വിജയന്റെ ഈ കലിപ്പിന് കാരണം. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറസ്റ്റ് ഒന്നും CPM-നോ പിണറായി വിജയനോ ഒന്നും പേടിയുള്ള കാര്യമല്ല. ധാരാളം തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് പിണറായി വീണ്ടും വീണ്ടും പറയുന്നത് ശരിയുമാണ്. പക്ഷേ അതൊക്കെ രാഷ്ട്രീയ കാരണങ്ങളാണ്, ഓരോ സമരത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതല്ലല്ലോ. ഇത് സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ എക്സാലോജിക്ക്, ഇതിന്റെ പേരിലൊക്കെ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ സംഗതി അങ്ങ് മാറും. അത് വേറെ കളിയാ. അപ്പോഴാരാണെങ്കിലും നിലവിട്ടു പോകും. രാഹുൽ ഗാന്ധി പറഞ്ഞു അദ്ദേഹത്തെ ക്ലിഫ് ഹൗസിൽ നിന്ന് ഇറക്കി വിട്ടില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടില്ല. ചെറുതൊക്കെ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്നൊന്നുകൂടെ ഓർക്കണ്ടേ. ക്ലിഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയാ. അവിടെ നിന്ന് മോദിജിക്ക് പിണറായി വിജയൻ ഇറക്കി വിടാൻ പറ്റുമോ? പ്രത്യേകിച്ച് അവിടെ ഒരു ഗോശാലയുണ്ട്. ആ സാഹചര്യത്തിൽ ഒരു കാരണവശാലും പറ്റത്തില്ല. പറ്റുമെങ്കിൽ അവിടെ ഒരു പൂജ നടത്താൻ മോദി ഉത്തരവിടുകയായിരിക്കും. അതുപോലെ വൻ ഭൂരിപക്ഷമുള്ള ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ ഓർപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, രാഹുൽ ഗാന്ധിയെ ഒരു വ്യാജ കേസിൽ പെടുത്തി അദ്ദേഹത്തിന്റെ ലോക്സഭാ അംഗത്വം ഇല്ലാതാക്കുകയും അതുപോലെ അദ്ദേഹത്തെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിടുകയൊക്കെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ചോദിച്ച ചോദ്യമാണ്, എന്നെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് എന്തുകൊണ്ട് എന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചേ എന്നൊക്കെ പറഞ്ഞ് ബഹളം കൂട്ടി നടക്കുന്നതിന്റെ പിന്നിലുള്ളത്. ഇവിടെ ആരും ആരെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷത്തു നിന്നുള്ള സംസ്ഥാന സർക്കാരുകളെയും അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുന്ന, അറസ്റ്റിലൂടെ ജയിലിലാക്കിക്കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഗവൺമെന്റ്, കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് കേരളത്തിലെ പിണറായി സർക്കാരിനെ മാത്രം വെറുതെ വിടുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു എന്നൊരു ചോദ്യം. അതിന്റെ പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. അല്ലാതെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാത്തതില് രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും വിമ്മിട്ടമുണ്ടായിട്ടാണ് ഈ പറയുന്നതെന്ന് ആരും മനസ്സിലാക്കില്ല. മലയാളം വായിച്ചാൽ മനസ്സിലാകുന്ന ആർക്കും തോന്നില്ല. പക്ഷെ വെറുതെ ഈ അറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ വെറുതെ വിടില്ല. അതിന് കൃത്യമായ മറുപടി പറയുകയും ചെയ്യും. അവസാനം പിണറായി വിജയനോടൊരു അപേക്ഷയുണ്ട്. തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് വിചാരിക്കുക. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചേർന്ന് രാഹുൽ ഗാന്ധിയെ അവരുടെ നേതാവായി തെരഞ്ഞെടുത്തു എന്നും കരുതുക. അങ്ങനെയാണെങ്കിൽ ദയവ് ചെയ്ത് അദ്ദേഹത്തിന്റെ വഴിയിൽ കയറി സഖാവ് നിൽക്കരുത്. ആളൊരു പാവമാണ്.